പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന ഡയാലിസിസ് ആൻഡ് ഡേ കെയർ സെന്ററിന്റെ കെട്ടിട ശിലാസ്ഥാപനവും സ്നേഹസംഗമവും ഞായറാഴ്ച നടക്കും. ഏലംകുളം പെരുമ്പറമ്പിൽ സ്നേഹതീരം സ്വന്തമാക്കിയ സ്ഥലത്ത് വെച്ചാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കെട്ടിട ശിലാസ്ഥാപന കർമ്മം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം നിർവഹിക്കും. പരിപാടിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. ഡേ കെയർ സെന്റർ, ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, കൌൺസിലിംഗ് സെന്റർ, പാലിയേറ്റീവ് സ്റ്റോർ, വയോജനക്ഷേമ കേന്ദ്രം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പുതിയ കെട്ടിടം. വാർത്താ സമ്മേളനത്തിൽ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം, സെക്രട്ടറി നബീൽ അഹമ്മദ്, വൈസ് ചെയർമാൻ അബൂബക്കർ, രക്ഷാധികാരി മൊയ്തുട്ടി, മൻസൂർ പട്ടിക്കാട് എന്നിവർ പങ്കെടുത്തു. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്നേഹതീരം ഡയാലിസിസ് ആൻഡ് ഡേ കെയർ സെന്ററിന്റെ തറക്കടൽ കർമ്മം നാളെ രാവിലെ 10 മണിക്ക് പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരം സാർ നിർവഹിക്കുകയാണ്. അതിൻ്റെ കൂടെ ജീവകാരുണ്യ പ്രവർത്തനം ഫിറോസ് കുന്നംപറമ്പ് കൂടി പങ്കെടുക്കുന്നുണ്ട്. ഈ സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക, മാനസിക, സാമൂഹിക തലത്തിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി കൂടെയുണ്ട് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സംശയം പിടിക്കുന്നത്. മാത്രമല്ല, ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി രോഗം വരാതെ ശ്രദ്ധിക്കാനുള്ള അവബോധം നൽകുക എന്നുകൂടി ഇതിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ.